വെൽക്കം ടു മൈ ചാനൽ ഷൈനു മേരി മറിയം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു മാജിക് വേർഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താണ് മാജിക് വേർഡ് എന്നല്ലേ? എബൈഡ് എന്ന ഒരു വാക്കിനെ പറ്റിയിട്ടാണ്. ഇതിന് ഒത്തിരി സ്പിരിച്വൽ വാല്യൂ ഉണ്ട്, അതുപോലെ സൈക്കോളജിക്കൽ വാല്യൂ ഉള്ള വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണിത്. എന്തുകൊണ്ടാണ് ഈ വാക്കിന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച വിശ്വാസം, അഗാധമായ ആഴമായ നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് എബൈഡ് എന്ന് പറയുന്നത്. ബിബ്ലിക്കലി പറയുകയാണെങ്കിൽ എബൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ഒരു ബ്ലെസ്സിങ് കൂടിയാണ്, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് കൂടി, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് കൂടിയാണ് ഈ എബൈഡ് എന്നൊരു വാക്ക്. നമുക്ക് ഈ ഒരു എബൈഡ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്ന് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അതായത് ചില സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് വഴക്ക് കൂടും, എന്നാലും അത് നിലനിൽക്കും. ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും. മാത്രമല്ല ഹസ്ബൻഡ് വൈഫ് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാലും ആ റിലേഷൻഷിപ്പ് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. എങ്ങനെയാണ് ഇങ്ങനെ റിലേഷൻഷിപ്സ് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്നതാണ് എബൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയെല്ലാം നമ്മൾ അതിൽ നിന്ന് ഓടി ഒളിക്കാതെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ, ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യുക. അത് ചിലപ്പോൾ ഒറ്റയ്ക്കാകില്ല, നിങ്ങൾക്കൊരു കമ്പാനിയൻ ഉണ്ടാകും, ഒരു പാർട്ട്ണർ ഉണ്ടാകും. അങ്ങനെ ഒരുമിച്ച് നിന്ന് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസമുണ്ടാകും. അപ്പം അതിനെല്ലാം ഒരുമിച്ച് നിന്ന്, ഉറച്ചു നിന്ന്, കമ്മിറ്റഡായിട്ട് നമ്മൾ ഒരുമിച്ച് ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എബൈഡ് എന്ന് പറയുക. ഇതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പറ്റുക ഒരു ചെടി പോലെയാണ്. അതായത് നമ്മൾ വീട്ടിലൊരു ചെടി വയ്ക്കുമ്പോൾ ആ ചെടി എത്രമാത്രം നമ്മൾ പരിപാലിക്കുന്നു, അതിന് വെള്ളമൊഴിച്ച് വെളിച്ചം നൽകി അതിനെ എത്രമാത്രം നമ്മൾ സ്നേഹത്തോടെ അതിനെ പരിപാലിക്കുന്നു. അത് ഏത് സമയത്തും ആ ഒരു സ്നേഹം നമുക്ക് ആ ചെടിയോട് തോന്നുമ്പോൾ അതനുസരിച്ച് ആ ചെടിയും വളരും. എത്ര വലിയ വേനൽ ചൂടാണെങ്കിൽ പോലും അതിന് പൂവിടാനും അതുപോലെ അതിൻ്റേതായ രീതിയിൽ അതിന് വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ചെടി പോലെയാണ് നമ്മളുടെയൊക്കെ ബന്ധങ്ങളെല്ലാം. അതായത് ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും, ഒരുപാട് സ്നേഹവും വിശ്വാസവും എല്ലാം നൽകി നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോയാൽ ഏതൊരു റിലേഷൻഷിപ്പും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആകും. എന്നാൽ ഇതിനൊരു റൊമാൻറ്റിക് ഒരു പെർസ്പെക്റ്റീവ് മാത്രമൊന്നും അല്ല കേട്ടോ. ഇതിന് ഒത്തിരി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലും ഈവൻ നമ്മുടെ കരിയറിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് എബൈഡ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ സ്വപ്നങ്ങളോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത, അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ഒരു വ്യക്തി അധ്വാനത്തോടെ, ഒരു ലക്ഷ്യബോധത്തോടെ ഒടുവിൽ ആ വ്യക്തി ഒരു IAS ഓഫീസറായി. ആ വ്യക്തിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ആ ഒരു സ്വപ്നം ഫുൾഫിൽ ചെയ്യുക എന്നത്. അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേണ്ട സപ്പോർട്ടില്ലായിരിക്കാം. അങ്ങനെ പലവിധ പ്രതിബദ്ധ സാഹചര്യങ്ങളെയൊക്കെ അതിനെയൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് ആ സ്വപ്നം പൂവണിയാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, അതിനെയും എബൈഡ് എന്ന് തന്നെയാണ് പറയുക. അങ്ങനെ ആ ലക്ഷ്യം നേടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് എബൈഡ് എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ കാലത്തെ ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ഒക്കെ ആവുന്നത് നമുക്ക് പുതിയൊരു സംഭവമേ അല്ല. ഒരുപാട് റിലേഷൻഷിപ്പ് കുറച്ച് നാളത്തെ ശേഷം അത് ബ്രേക്കപ്പായി പോകുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, ഒരുപാട് നമ്മൾ എളുപ്പ വഴികൾ, നമുക്കവിടെ സഹനങ്ങളൊന്നും എടുക്കണ്ട, നമുക്ക് വിട്ടുവീഴ്ചകൾ എടുക്കണ്ട, നമുക്ക് ആരോടും ക്ഷമിക്കണ്ട, ഞാൻ ജയിച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്താഗതിയിൽ പോകുന്നതുകൊണ്ടാണ്
ഒരുവിധം റിലേഷൻഷിപ്സും ബ്രേക്കപ്പിൽ ചെന്ന് അവസാനിക്കുന്നത്. എന്നാൽ ഇതിന് വളരെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില ഫോർമുലാസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് തുറന്ന് സംസാരിക്കുക. നമ്മൾ ആരോടാണോ, നമ്മുടെ ഫ്രണ്ടാകാം, പാർട്ട്ണറാകാം, ഹസ്ബൻഡ് ആകാം, ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയായിട്ട് തുറന്ന് സംസാരിക്കുക എന്നത്. നിങ്ങളുടെ പങ്കാളി ഒരു മജീഷ്യൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം മറ്റു വ്യക്തിയുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ മനുഷ്യരായ നമുക്ക് അത്ര, ഈ സാധാരണക്കാരായ നമുക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് എന്നെ മറ്റേയാൾ മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക, അതുപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി വഴക്കുണ്ടാവുകയാണെങ്കിൽ തന്നെ കുറ്റപ്പെടുത്താതെ എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടായ വികാരങ്ങളെന്ന് അങ്ങനെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് അത് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതിന് ഏറ്റവും ഉത്തമ മരുന്നാണ് തുറന്ന് സംസാരിക്കുക എന്നത്. രണ്ടാമത്തെ ഒന്നാണ്, ഏറ്റവും നമുക്ക് പ്രയാസമാണ് ഇന്നത്തെ ഒരു ബിസി സ്കെഡ്യൂളിൽ, പക്ഷേ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അത് ഒരുമിച്ച് ചെലവഴിക്കുക. അതായത് ഫോണും ലാപ്ടോപ്പൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഹെക്ടിക് ബിസി സ്കെഡ്യൂൾസും മീറ്റിംഗ്സൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്പനേരം അല്ലെങ്കിൽ അല്പം കൂടുതൽ നേരം നിങ്ങളുടെ പങ്കാളിയായിട്ട് സമയം ചെലവഴിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ആ ഒരു ടൈം ചെലവഴിക്കുക. അല്ലെങ്കിൽ ഫാമിലിയിൽ നിങ്ങളുടെ പേരൻസൊക്കെ ആയിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക, ഒന്ന് ട്രാവൽ ചെയ്യുക ഒരുമിച്ച്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒന്ന് തിരുത്തുക. ഇതൊക്കെ ചെയ്യാൻ ഈ ഒരു ചെറിയ ഒരു സമയം ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ചെറിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമാണ്, പറയാൻ ഏറ്റവും എളുപ്പമാണ്, എന്നാൽ മൂന്നാമത്തെ ഒരു പോയിന്റ് ആണെങ്കിലും ഇതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം മറ്റൊരാളോട് ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ഇത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ പറയുന്നത് ശരി, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നൊരു ചിന്താഗതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റും കാണുന്നത്, നമ്മളടക്കം എല്ലാവരും. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണമെങ്കിലും തെറ്റ് പറ്റാം. എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും തെറ്റ് പറ്റാമെന്ന ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനുള്ള ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ നമ്മളവിടെ ഒരുക്കിയെടുക്കുകയും അത്യാവശ്യമാണ്. ഓരോ ചെറിയ കാര്യത്തിനും ഞാൻ ജയിക്കണം എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ആർക്ക് വേണമെങ്കിലും തെറ്റ് പറ്റാം, ഒന്ന് താഴ്ന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാം എന്ന ഒരു പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കുക ഒത്തിരി അത്യാവശ്യമാണ്. ഒട്ടുമിക്ക ഡിവോഴ്സ് കേസുകളും അതുപോലെ തന്നെ റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആവുന്നതൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം എല്ലായിടത്തും നമുക്ക് തന്നെ ജയിക്കണം എന്ന ഒരു പിടിവാശി, ഈ പിടിവാശിയുടെ അവസാനം ചെന്ന് അവസാനിക്കുന്നത് നല്ല നല്ല സുന്ദരമായ റിലേഷൻഷിപ്പ് അത് ബ്രേക്കപ്പായി പോകുന്നതാണ്. എന്നാൽ അവർ ഒരുമിച്ച് നിന്നാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്സായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് സമൂഹത്തിനൊരു നല്ലൊരു ആക്സെപ്റ്റൻസ് ആകാനും ഒക്കെ സാധിക്കുന്ന റിലേഷൻഷിപ്സ് പലപ്പോഴും പകുതി വെച്ച് അത് ബ്രേക്കപ്പായി പോകുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ശരി എന്നൊരു മെൻറ്റാലിറ്റി, ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കണം. ഓർക്കുക, ഈ എബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതായത് ഒരു പരസ്പര ധാരണ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു റിലേഷൻഷിപ്പും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദൈവകൃപ തന്നെ വേണം നിലനിൽക്കാൻ വേണ്ടി. അത്ര എളുപ്പമല്ല. നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് എത്രമാത്രം നമുക്ക് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാൻ പറ്റും, മറ്റുള്ളവരോട് നമുക്ക് എത്രമാത്രം ക്ഷമിക്കാൻ സാധിക്കും, ഇതിനൊക്കെ ഉള്ള ഒരു ബേസിൻ്റെ മേലാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് പണിതുയർത്താൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് നഷ്ടപ്പെട്ട് കാണും.
അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ചെറിയൊരു വഴക്കായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയായിരിക്കും. ഇതിൻ്റെ ഒരു അനന്തരഫലമാണ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നേക്കുമായിട്ട് അത് അവസാനിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ വാക്യൂം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു വാക്യൂം ഉണ്ട്. ആ വാക്യൂം എന്ന് പറയുന്നത് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അതായത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എല്ലായിടത്തും ജയിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് ഒട്ടുമിക്ക റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആവുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഒറ്റയ്ക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. ഇറ്റ് റിക്വയർസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, ഒരു പരസ്പര ധാരണ ആവശ്യമാണ്. ഒരാൾക്ക് മറ്റൊരാളോട് ക്ഷമിക്കാനും അതുപോലെ എന്ത് വികാരങ്ങളും തുറന്നു പറയാനും ഒക്കെ ഒരു സ്പേസും ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രം സക്സസ് ആവുന്ന ഒരു വാക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, ഈവൻ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു റിലേഷൻഷിപ്പും ഒരു സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു പരസ്പരമായ ഒരു ധാരണ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊരു റിലേഷൻഷിപ്പിനെയും നിലനിർത്താൻ നമുക്ക് എന്താ പറയുക, അതൊരു റിലേഷൻഷിപ്പിൻ്റെ വളം തന്നെയാണെന്ന് പറയാം. ഒരു ചെടിക്ക് നമ്മൾ വളമിട്ട് അതിനെ വലുതാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് ഏതൊരു റിലേഷൻഷിപ്പിനും നിലനിൽക്കണമെങ്കിൽ ഈ സ്നേഹം വേണം. ഈ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു റിലേഷൻഷിപ്പും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റൊരാളുടെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളൊരു മജീഷ്യൻ അല്ല. അതുകൊണ്ട് തന്നെ തുറന്ന സംസാരവും അതുപോലെ വിട്ടുവീഴ്ചയും ക്ഷമയും അതുപോലെ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണത്. അപ്പോൾ എബൈഡ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു കല സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മളെ തന്നെ ഒന്ന്, നമ്മളുടെ കുറവുകളും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, അതേപോലെ നമ്മുടെ പാർട്ട്ണറിനെയും അതേ ലെവലിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ്, ഒരു പരസ്പര ധാരണയിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാക്ക്, അതായത് എബൈഡ് ഇൻ എ റിലേഷൻഷിപ്പ് ഓർ എബൈഡ് ഫോർ എവർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, പക്ഷെ ഒരു റീകോൾ ചെയ്യാനുള്ള ഒരു എപ്പിസോഡായിട്ട് ഇന്ന് വരുന്നത് എബൈഡ് എന്നൊരു വാക്കാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.